ഓം ശ്രീ ഗണപതായ നമ. അവിഘ്നമസ്തു. ശ്രീ ഗുരുഭ്യോ നമ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഹരിനാരായണൻ. ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ജ്യോതിഷത്തിലെ ഒരു പ്രധാനപ്പെട്ട യോഗമായ നിപുണയോഗത്തെ പറ്റിയാണ്. ഇവിടെ ഞാൻ വിശദീകരിക്കാൻ ശ്രമിക്കുന്നത് എന്താണ് നിപുണയോഗം, അത് നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റം വരുത്താം, എങ്ങനെ കണ്ടുപിടിക്കാം എന്നൊക്കെയാണ്. ഇന്നത്തെ ലോകം നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്ന പോലെ അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്നു. ഓരോ മനുഷ്യജീവിതത്തിലും മനുഷ്യജീവിതത്തിൻ്റെ ഓരോ മേഖലകളിലും, അത് വിദ്യാഭ്യാസത്തിൽ നിന്നും തൊഴിൽ വിപണിയിലേക്ക്, അല്ലെങ്കിൽ കൃഷി മുതൽ ശാസ്ത്ര സാങ്കേതിക വിദ്യകളിലേക്ക് ഒരു പുതിയ കാലഘട്ടത്തിൻ്റെ ഉദയം നാം കാണുന്നു. ഈ പുതിയ കാലഘട്ടത്തെ നമുക്ക് വേണമെങ്കിൽ നിപുണയുഗം എന്ന് പറയാം. അതായത് കൈമാറ്റം, കഴിവുകൾ, കല, കൃത്യത, ക്രിയാത്മകത എല്ലാം ഒരുമിച്ച് വരുന്ന ഒരു കാലമാണ്. നിപുണയുഗം എന്നത് ഒരു ആശയം മാത്രമല്ല, ഒരു മനുഷ്യൻ്റെ കഴിവുകൾ വളർത്തി ലോകത്തെ മികച്ചതാക്കാനുള്ള ഒരു പ്രസ്ഥാനം കൂടിയാണ്. ഈ യുഗത്തിൽ വിജയകരമായി ജീവിക്കാൻ വായനയും പരീക്ഷയും മാത്രം മതി എന്ന് പറഞ്ഞ് ഒരു കാലം മാറി. ഇപ്പോൾ പണ്ടത്തെ മാതിരി നമ്മൾ അത് വിശ്വസിച്ച് നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു രീതിയിലും ജീവിതത്തിൽ മുന്നേറാൻ പറ്റില്ല. ഇപ്പോൾ നമുക്ക് ആവശ്യം പ്രായോഗികമായ കഴിവുകൾ, പ്രാക്ടിക്കൽ നോളേജ്, ഡിജിറ്റൽ ലിറ്ററസി, ടെക്കിനോടൊപ്പം മുന്നേറാനുള്ള ആത്മവിശ്വാസം, വരുന്ന മാറ്റങ്ങളെ ചേർത്ത് പിടിക്കാനുള്ള മനോഭാവം, ഇതൊക്കെയാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് വേണ്ടത്. 2030 ലോകത്ത് 40% തൊഴിലുകൾ AI, ഓട്ടോമേഷൻ, റോബോട്ടിക്സ് എന്നിവയുടെ സ്വാധീനത്തിൽ പൂർണ്ണമായും മാറുമെന്ന് വിദഗ്ധർ പറയുന്നു. ഇപ്പോൾ തന്നെ നമ്മളുടെ ഡൽഹിയിൽ നമ്മുടെ പ്രധാനമന്ത്രി AI വിദഗ്ധന്മാരുടെ ഓരോ യോഗം വിളിച്ചു കൂട്ടിയതായിട്ട് നിങ്ങളെല്ലാവരും ന്യൂസ് പേപ്പറിൽ വായിച്ചറിയുമെന്ന് വിചാരിക്കുന്നു. പക്ഷേ നമ്മൾ ഭയപ്പെടേണ്ടതില്ല. ഈ ടെക് ജോലി ചില ജോലികൾ മാറ്റുമെങ്കിലും അതിനേക്കാളും അധികം പുതിയ അവസരങ്ങൾ സൃഷ്ടിക്കുന്നു എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതുകൊണ്ട് ഈ യുഗത്തിൽ സർട്ടിഫിക്കേഷൻ അല്ല, കഴിവാണ് ശക്തി. ഡിഗ്രിയല്ല, ഡെലിവറിയാണ് പ്രാധാന്യം. തൊഴിൽ തേടുന്ന തലമുറ ഇനി എംപ്ലോയബിലിറ്റിയാണ് പഠിപ്പിക്കുന്നത്, എംപ്ലോയ്മെൻറ്റ് മാത്രമല്ല. ഇനി മുതൽ AI, ഡാറ്റ സയൻസ്, ക്ലൗഡ്, സൈബർ സെക്യൂരിറ്റി, ഓട്ടോമേഷൻ ഇവ അഭ്യസിക്കുന്നത് ഇന്ന് ഒരു ആഡംബരമല്ല. ഇനി മുതൽ അതൊരു ആവശ്യമാണ്. ഇതിനു മുന്നേ നമുക്ക് ഫോണിൽ വയസ്സായ ആൾക്കാരൊന്നും ഉപയോഗിക്കാൻ തുടങ്ങിയില്ല. ഇപ്പോൾ മൊബൈൽ ഫോൺ വന്നപ്പം എല്ലാ 60-70 വയസ്സായ ആൾക്കാർ വരെ അത് യൂസ് ചെയ്യാൻ പഠിച്ചു. അതുമാതിരി അതൊക്കെ ആദ്യം നമ്മൾ വിചാരിക്കും ഇതൊക്കെ പറ്റുമോ, ഇതൊക്കെ വേണോ എന്നൊക്കെ. പക്ഷേ ഇതില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ സഞ്ചരിക്കില്ല എന്ന് നമുക്ക് തന്നെ ബോധ്യപ്പെടുന്ന ഒരു യുഗം വരികയായി. ഇനി ഇത് കമ്മ്യൂണിക്കേഷൻ, ക്രിട്ടിക്കൽ തിങ്കിങ്, ഏതൊരു ജോലി ചെയ്യുന്നവരെയും മറ്റുള്ളവരിൽ നിന്നും വേർതിരിക്കുന്ന ശക്തിയാണ് ഇവയൊക്കെ. മാറ്റങ്ങൾ വന്നാൽ നമ്മെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ചില ആന്തരിക ശക്തികളുണ്ട്. അതെന്തൊക്കെയാണ്? സെൽഫ് മാനേജ്മെൻറ്റ്, അഡാപ്റ്റബിലിറ്റി, അതായത് ഏത് സിറ്റുവേഷനും ആ സിറ്റുവേഷനായിട്ട് നമ്മൾ ഇണചേർന്ന് പോവുക. അതായത് പിന്നെ ഗ്രോത്ത് മൈൻഡ് സെറ്റ്, അത് നമുക്ക് അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാകും. ഇതൊന്നും എനിക്ക് പഠിച്ചാൽ ശരിയാവില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എവിടെയും എത്തൂല. അപ്പം നമുക്ക് നമ്മൾ എന്തിലും വരുമ്പോൾ നമ്മൾ അഡാപ്റ്റബിൾ ആയിരിക്കുക. ആ കഴിവായിട്ട് നമ്മൾ സ്കില്ലായിട്ട് മാച്ചപ്പ് ചെയ്തിട്ട് മുന്നോട്ട് പോകുന്നവർക്ക് മാത്രമേ ഇനി അങ്ങോട്ടുള്ള യുഗത്തിൽ ജീവിക്കാൻ പറ്റുള്ളൂ. ഇനി നിങ്ങളുടെ ജാതകത്തിൽ നിപുണയോഗം ഉണ്ടോ എന്ന് എങ്ങനെ പരിശോധിക്കാം? ആദ്യമായിട്ട് വേണ്ടത്, മൗഢ്യമില്ലാത്ത ബുധൻ സൂര്യനുമായി യോഗം ചെയ്യുമ്പോഴാണ് നിപുണയോഗം ഉണ്ടാവുന്നത്. ഈ സൂര്യനുമായിട്ട് മൗഢ്യമില്ലാത്ത ബുധൻ യോഗം ചെയ്യാൻ മാത്രം പോരാ, അതിൽ ബുധൻ സ്വക്ഷേത്ര ബലവാനായിട്ട് നിൽക്കുകയും വേണം. ഏതൊക്കെയാണ് ബുധൻ്റെ സ്വക്ഷേത്രം എന്ന് വെച്ചാൽ അത് മിഥുനവും കന്നിയുമാണ്. അതിൽ തന്നെ കന്നി ഉച്ചക്ഷേത്രവുമാണ്. അപ്പോൾ മൗഢ്യമില്ലാത്ത ബുധൻ സൂര്യനുമായി യോഗം ചെയ്ത് ബുധൻ്റെ സ്വക്ഷേത്രമായ മിഥുനത്തിലോ കന്നിയിലോ നിന്ന് കഴിഞ്ഞാൽ നിപുണയോഗമായി. ഇനി നിങ്ങൾക്കൊരു സംശയമുണ്ടാവും, എന്താണ് ഈ മൗഢ്യം? അതായത് ബുധൻ സൂര്യനുമായിട്ട് യോഗം ചെയ്യുമ്പോൾ 14 ഡിഗ്രിക്കുള്ളിൽ വരുമ്പോഴാണ് മൗഢ്യം വരിക. മൗഢ്യം ഏത് ഗ്രഹത്തിനും വന്നു കഴിഞ്ഞാലും ആ ഗ്രഹം അതിൻ്റെ പൂർണ്ണ പ്രാപ്തി തരുന്നില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് അതിനോടുള്ള ഒരു ഗുണവും കിട്ടുന്നതല്ല. പിന്നെ വേണ്ടത്, ഈ നിപുണയോഗം
തന്നെ കൂടുതലായിട്ട് നല്ല ശുഭഫലം കിട്ടാൻ വേണ്ടിയിട്ട് അത് ലഗ്നകേന്ദ്രത്തിലോ, ഈ യോഗം ചെയ്യുന്നത് ലഗ്നകേന്ദ്രത്തിലോ അല്ലെങ്കിൽ ത്രികോണത്തിലോ നിൽക്കുക. ഈ ലഗ്നകേന്ദ്രം എന്ന് പറയുന്നത് 1, 4, 7, 10 ഏതാണ് ലഗ്നകേന്ദ്രം. ത്രികോണം എന്ന് പറയുന്നത് 5, 9 ഭാവങ്ങളിലാണ്. ഇനി ഇത് മിഥുനം രാശിയാണോ അല്ലെങ്കിൽ കുംഭം കന്നി രാശിയാണോ എന്ന് എങ്ങനെയാണ് കണ്ടുപിടിക്കുക വെച്ചാൽ, ഞാൻ ഇതിനെ മുന്നേ ഒരു രുചയോഗത്തെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ഇട്ടിരുന്നു. അതിൽ വിശദമായി പ്രതിപാദിച്ചിട്ടുണ്ട് എന്താണ് ലഗ്നം, എങ്ങനെയാണ് ഭാവം, ഏതൊക്കെ അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക, മിഥുനം കന്നി എന്നൊക്കെ. ഇവിടെ വീണ്ടും അത് വിശദീകരിച്ചാൽ അത് നിങ്ങൾക്ക് ഒരു ആവർത്തന വിരസത ഉണ്ടാക്കും. ഇനി നമുക്ക് ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് നോക്കാം. ഈ നിപുണയോഗം ചെയ്തു കഴിഞ്ഞാലുള്ള ഗുണങ്ങൾ. നിപുണയോഗം ചെയ്തു കഴിഞ്ഞാൽ ഇവർക്ക് പൊതുവെ പഠിക്കുന്ന കാര്യങ്ങളിലേക്കും വളരെ പ്രവർത്തന മികവുണ്ടായിരിക്കുന്നതായിരിക്കും. ഇനി ഈ യോഗമുള്ളവർക്ക് എന്തൊക്കെ ഗുണങ്ങളുണ്ടെന്ന് നമുക്ക് നോക്കാം. ഇവരുടെ ബുദ്ധിശേഷി അസാധാരണമായി ഉയരും. ഇവർക്ക് വേഗത്തിലുള്ള ചിന്ത, ലോജിക്ക്, റീസണിങ്, ഡിസിഷൻ മേക്കിംഗ് എന്നിവ വളരെയധികം ഉണ്ടാവും. പിന്നെ ഇവരുടെ പഠനശേഷി, ലേണിംഗ് കപ്പാസിറ്റി വളരെ ശക്തമാക്കും. ഇവർക്ക് ക്ലാസ്സിലാണെങ്കിലും മറ്റുള്ള കുട്ടികളെക്കാട്ടിയും പെട്ടെന്ന് തന്നെ ടീച്ചർ കാര്യങ്ങൾ പറയുമ്പോൾ മനസ്സിലാക്കാനും, പ്രത്യേകിച്ച് വീട്ടിൽ പോയിട്ട് റിവിഷൻ ചെയ്യേണ്ട ആവശ്യമില്ലാതെ തന്നെ അവർക്കത് എക്സാമിന് എഴുതാനും സാധിക്കും. പിന്നെ അതേമാതിരി പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവും ഉണ്ടായിരിക്കും. പിന്നെ നമുക്ക് സൃഷ്ടിപരമായും കലാപരമായിട്ടും ഒരുപാട് ഉയരങ്ങളിലെത്തും. അത് നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ മ്യൂസിക് കമ്പോസ് ചെയ്യുക, അതൊക്കെ ഒരു അങ്ങനത്തെ ക്രിയേറ്റിവിറ്റിയൊക്കെ ഇവർക്ക് ഈ നിപുണയോഗം ഉള്ളവർക്ക് വളരെ കൂടുതലായിരിക്കും. പിന്നെ ഇവർക്ക് വായിക്കാനുള്ള ശീലം ഉണ്ടാവും, എഴുതാൻ, സംസാരിക്കാൻ, നല്ല ആൾക്കാരാണോ മോശം ആൾക്കാരാണോ എന്നുള്ള ഫ്രണ്ട്സിൻ്റെ ഇടയിൽ അവരെ തരംതിരിക്കാനും ആളുകളെ പെട്ടെന്ന് മനസ്സിലാക്കാനുള്ളൊരു കഴിവൊക്കെ ഈ നിപുണയോഗമുള്ളവർക്ക് ഉണ്ടാവും. പിന്നെ ഇവരുടെ മെമ്മറി പവർ വളരെ കൂടുതലായിരിക്കും. ചെറുതും വലുതുമായ കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് ഓർത്തിരിക്കാനുള്ള ഒരു കഴിവുണ്ടാവും. ഒരു 10, 20, 25 വർഷം മുന്നേ സംഭവിച്ച കാര്യങ്ങളാണെങ്കിലും ഇവർക്ക് അത് കറക്റ്റായിട്ട് ഓർമ്മ ഉണ്ടാവും. ഇത് ഇന്ന സമയത്ത് ഇന്നതാണ് സംഭവിച്ചതെന്ന്. ഇവരുടെ ഓർമ്മശക്തിയിൽ ഇവർ ഓരോ കാര്യങ്ങൾ പറയുന്നത് കേൾക്കുമ്പോൾ ബാക്കിയുള്ളവർക്ക് അത് അത്ഭുതം പോലെ തോന്നാൻ മതി. അത് മറ്റൊന്നുമല്ല അതിൻ്റെ പുറകിൽ ഇങ്ങനത്തെ ഒരു യോഗമായിരിക്കും എന്ന് ആസ്ട്രോളജി പറയുന്നുണ്ട്, ജ്യോതിഷത്തിൽ ഉണ്ടാവാം. പിന്നെ വിദ്യാഭ്യാസമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇവർക്ക് റാങ്ക് കിട്ടുക, അല്ലെങ്കിൽ സ്കോളർഷിപ്പ്, അല്ലെങ്കിൽ കോമ്പറ്റീറ്റീവ് എക്സാമൊക്കെ ഉണ്ടാകുമ്പോൾ ജീവിതത്തിൽ ഒരുപാട് വിജയങ്ങൾ ഉണ്ടാകും ഇവർക്ക്. പിന്നെ കരിയർ ഗ്രോത്ത്. അപ്പോൾ ഏത് മേഖലയിലും ഇവർ ആ സ്കിൽ എക്സ്പേർട്ടാണ് ഈ നിപുണയോഗം എന്ന് പറയുന്നത്. അപ്പോൾ ആ സ്കിൽസ് എക്സ്പേർട്ട് ആകുമ്പോൾ അവർ ഒരിക്കലും ടീം മെമ്പേഴ്സ് ആയിരിക്കില്ല, ഒരു ടീം ക്യാപ്റ്റൻ ആയിരിക്കും, ഒരു പ്രോജക്റ്റിൻ്റെ ലീഡ് ആയിരിക്കും. അപ്പോൾ ഇവർ ഏത് മേഖലയിലാണെങ്കിലും അവരുടേതായ വ്യക്തമായ ഐഡൻറ്റിറ്റി ഈ യോഗം ഉള്ളതുകൊണ്ട് ഇവർ പ്രദർശിപ്പിക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ഇവർക്ക് ജോലി സംബന്ധമായിട്ട് ഉയർന്ന ജോലിയിലും വലിയ ജോലീൻ്റെ പ്രഷറൊന്നും ഇല്ലാതെ, എല്ലാവരും പ്രശ്നം ഇന്നത്തെ കാലഘട്ടത്തിൽ എന്താ വെച്ചാൽ ഒരുപാട് പ്രഷർ കൊണ്ട് വർക്ക് ചെയ്യുന്നുണ്ടാവും. അവരെന്താ വെച്ചാൽ പ്രഷറും അല്ലെങ്കിൽ വരാമെന്ന് വെച്ചാൽ അവരുടെ സ്കില്ലില്ലാത്തതുകൊണ്ടാണ് ഈ പ്രഷറും അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തതെന്ന് വരുന്നത്. അപ്പോൾ നമുക്ക് നമ്മളെ സ്കില്ലുണ്ടെങ്കിൽ നമ്മൾ ആരും പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾക്ക് ഏൽപ്പിച്ചിരുന്ന പണി പെട്ടെന്ന് തന്നെ നമുക്ക് പൂർത്തീകരിക്കാൻ പറ്റും. അത് എന്ന് പറഞ്ഞാൽ ഇന്ന ടെക്നോളജി ഒന്നുമില്ല. നമ്മൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഡ്രൈവിംഗ് ആണെങ്കിലും ഈ നിപുണയോഗമുള്ള ഒരു ആൾ ഡ്രൈവ് ചെയ്യുന്നതും ഇല്ലാത്തൊരാൾ ഡ്രൈവ് ചെയ്യുന്ന ഒരുപാട് വ്യത്യാസം ഉണ്ടാവും. അത് അവർ ചെയ്യുന്ന അതൊരു എക്സാമ്പിൾ ഞാൻ പറയാൻ കാരണം വെച്ചാൽ ഏത് മേഖലയിലാണെങ്കിലും വളരെ സ്മൂത്തായിട്ടായിരിക്കും അവർ കാര്യങ്ങൾ ചെയ്യുക. അതിനൊരു പ്രത്യേകത ബാക്കിയുള്ള ആൾക്കാരെ നിന്നും വേർതിരിച്ച് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കും ഈ സ്കില്ലും ടാലൻറ്റുള്ള ആൾക്കാരെ. അതാണ് ഈ യോഗം തരുന്ന ഒരു ഗുണം ആക്ച്വലി. ഇതൊക്കെയാണ് പൊതുവെ നിപുണയോഗം ഉള്ളതുകൊണ്ടുള്ള ഗുണഗണങ്ങൾ. ഈ യോഗം ഉണ്ടെങ്കിൽ പ്രധാനമായിട്ടും നിങ്ങളുടെ തൊഴിൽപരമായിട്ടുള്ള സ്കില്ലും തൊഴിലുപരമായിട്ട് ഏത് ജോലി ചെയ്യുമ്പോഴും നിങ്ങൾക്ക് ഒരുവിധ ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അതിന് പ്രധാന കാര്യങ്ങൾ ഗ്രഹിക്കാനുള്ള നിങ്ങളുടെ കഴിവ് ഈ യോഗം നിങ്ങൾക്ക് നൽകുന്നുണ്ട്. വീഡിയോ കണ്ടതിന് നന്ദി. എല്ലാവർക്കും നമസ്കാരം.